ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ അസംഭവ് എന്ന മറാത്തി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായികയെ കാണിക്കുന്നുണ്ട്. ഇവരുടെ പേര് മാനസി എന്നാണ്. ഈ മാനസി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഇവരുടെ സ്വപ്നത്തിൽ ഒരു കാര്യം വരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, കൊട്ടാരം പോലൊരു വീടുണ്ട്. ആ വീട്ടിലൊരു സ്ത്രീ കിടന്നുറങ്ങുന്നുണ്ട്. ആ സ്ത്രീയെ ആരോ കത്തി വെച്ച് കുത്തിക്കൊല്ലുന്നു. ആരാണ് കൊല്ലുന്നതെന്ന് അറിയില്ല. ഈ സ്വപ്നം വീണ്ടും വീണ്ടും മാനസിക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സ്വപ്നം കണ്ടതുകൊണ്ട് മാനസി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. ഇനി ആദിത്യ എന്ന പേരുള്ള ഒരാളെ കാണിക്കുന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കിടെക്ട് കമ്പനി എന്ന് പറയില്ലേ, അതുപോലൊരു കമ്പനിയാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൊജക്ട് സംബന്ധിച്ച് ഒരു എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ട് വരണം. എന്നാൽ ഇതുവരെയും വരാതെ കുറച്ച് വൈകിട്ടാണ് വരുന്നത് ആരാണെന്ന് നോക്കിയാൽ കുറച്ച് നേരത്തെ മാനസി എന്ന ഒരാളെ കാണിച്ചില്ലേ, അവരാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവരും പ്രൊജക്ട് എങ്ങനെ ചെയ്യാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. വളരെ മനോഹരമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ആദിത്യയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഐഡിയ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ തന്നെ ഈ പ്രൊജക്ട് ചെയ്തോളൂ, അടുത്ത വർഷത്തിനുള്ളിൽ തീർക്കണം എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. ശരി സാർ, ചെയ്തേക്കാമെന്ന് ഇവരും പറയുന്നുണ്ട്. ഇവർ സംസാരിക്കുന്ന രീതിയും പെരുമാറുന്ന രീതിയും എല്ലാം ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഇപ്പോൾ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്യാണ്. അങ്ങനെ ജോലി ചെയ്യുന്നത് കൊണ്ട് കുറച്ചായി ഇവർ രണ്ടുപേരും ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ മീറ്റ് ചെയ്തും സംസാരിച്ചും ഒക്കെ ഇരിക്കുകയാണ്. ഒരു ദിവസം ഇദ്ദേഹം വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇടപഴകുന്നത് ഒരു പാട്ട് പോലെ നമ്മളെ കാണിക്കുന്നു. 7-8 മാസം ഈ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഈ ഒരു പ്രൊജക്ട് തീർക്കാറായി. ഇതിൽ ഹീറോയിൻ നന്നായി ജോലി ചെയ്തു എന്നതുകൊണ്ട് ഹീറോ അവർക്കായിട്ടൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഹീറോ ഇടയ്ക്കിടെ ഇവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി വരും. അതുപോലെ ഇന്ന് രാത്രി ഇവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി കൂട്ടിക്കൊണ്ടുവരാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും സാധാരണ പോലെ സംസാരിച്ചുകൊണ്ട് വരാണ്. ഡ്രോപ്പ് ചെയ്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വീട്ടിലേക്ക് എന്നെ വിളിക്കില്ലേ എന്ന്. സോറി സാർ, വീട്ടിലേക്ക് വരൂ എന്നിവരും വിളിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ വന്ന ഇദ്ദേഹം പാരൻസിനോട് വളരെ നന്നായി സംസാരിക്കുന്നു. പേരൻസ് നിങ്ങളെ പറ്റി കുറെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദിത്യ, നിങ്ങളുടെ മകളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. പേരൻസിനും ഇതിൽ സമ്മതമാണ്. പേരൻസ് സന്തോഷമായിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി വല്ലാതെ ദേഷ്യപ്പെടുന്നു. നിങ്ങൾ ആദ്യം ഇത് എന്നോട് പറയണമായിരുന്നു. എങ്ങനെയാണ് എൻ്റെ പേരൻസിനോട് നിങ്ങൾ നേരിട്ട് സംസാരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് യാതൊരു പ്രണയവും ഇല്ല, ആദ്യം ഇവിടെ നിന്ന് പോ എന്നൊക്കെ പറയാണ്. പേരൻസും അടങ്ങ് പറഞ്ഞ് മകളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് വകവെക്കാതെ ഇവർ ദേഷ്യപ്പെടുകയാണ്. ഹീറോയും തെറ്റ് ചെയ്തു പോയോ എന്ന് ആലോചിക്കുകയാണ്. എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് സോറി ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾ ഇവർ സംസാരിക്കാതെ തന്നെ ഇവരുടെ ജോലികളൊക്കെ നോക്കുന്നുണ്ട്. ഒരു പ്രൊജക്ട് നല്ല രീതിയിൽ അവസാനിക്കുന്നു. ഏതോ പാലം പണിയുന്ന പ്രൊജക്റ്റാണ് തീർന്നത്. ഇപ്പൊ പാർട്ടി പോലൊന്ന് ഒരിടത്ത് നടക്കുന്നുണ്ട്. ആ പാർട്ടിയിൽ വെച്ച് ഇദ്ദേഹം ഇവരോട് ചെറുതായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അതിനുള്ള കാരണം ഇവർ പറയുന്നില്ല. സമയമായി, എനിക്ക് കിടക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇവർ കിടക്കാനായി പോവാണ്. എല്ലാവരും രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. എല്ലാവരും ഇപ്പോൾ ഒരു ഹോട്ടൽ റൂമിലാണ് താമസിക്കുന്നത്. എന്തിനാണ് ഹീറോയിൻ നിലവിളിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും ഓടി വന്ന് നോക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ഒരു ദുസ്വപ്നം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിലവിളിച്ചത് എന്നത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ഓഹോ, ഈ സ്വപ്നം അവർക്ക് ദിവസവും വരുമായിരിക്കും, അതുകൊണ്ടാണ് നമ്മളെ റിജക്ട് ചെയ്തത് എന്ന് ഇദ്ദേഹം ആലോചിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ പിറ്റേന്ന് രാവിലെ ഹീറോയിനോട് സംസാരിക്കാനായി വരികയാണ്. ഈ സ്വപ്നം വരുന്നതാണോ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അതെ, ഇതാണ് പ്രശ്നം എന്നിവരും പറയാണ്. കുട്ടിയായിരുന്നപ്പോൾ മുതലേ ഇവൾക്ക് ഈ സ്വപ്നം വരുന്നുണ്ട്. അതും ദിവസവും ഈ സ്വപ്നം വരും. അതുകൊണ്ട് മിക്കവാറും ഞാൻ പുറത്ത് എവിടെയും പോയി തങ്ങാറില്ല, കാരണം ദിവസവും ഈ സ്വപ്നം വന്ന് ഞാൻ പേടിച്ച് നിലവിളിക്കും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇതിനായിട്ടാണോ എന്നെ വിട്ട് അകന്നു നിന്നത്? എന്നെ ഇഷ്ടമാണോ? ദേവജിത്ത് എന്റെ പ്രണയം സ്വീകരിക്കുക എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇല്ല, എനിക്ക് നിങ്ങൾക്കും സെറ്റ് ആവില്ല, എന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലാക്ക് എന്നൊക്കെ ഇവർ പറയാണ്. എത്ര ബുദ്ധിമുട്ടായാലും ശരി ദേവജിത്ത്, എന്നെ നീ സ്വീകരിക്കണം, ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം ഇത്രയും പറയുന്നത് കൊണ്ട് ഇവരും ഒരു ഘട്ടത്തിൽ സമ്മതിക്കുകയാണ്. രണ്ടുപേരും സന്തോഷത്തോടെ ഈ സ്ഥലത്ത് വെച്ച് കെട്ടിപ്പിടിക്കുന്നു. ഇവർ രണ്ടുപേരും ഏതോ ഒരു ജോലിക്കായിട്ടല്ലേ ഇവിടെ വന്നത്, തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. വേഗത്തിൽ രണ്ടുപേരുടെയും വീട്ടിലും സംസാരിക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ഒരു വീട് കണ്ട് വല്ലാതെ ഷോക്കാവുന്നു. വണ്ടി നിർത്തുക എന്ന് പറഞ്ഞ് വേഗത്തിൽ ആ വീടിന്റെ വാതിൽ ഓർക്കുന്നു. മാനസിയുടെ സ്വപ്നത്തിൽ ഒരു മാളിക വീട് വരുന്നുണ്ടല്ലോ, ആ വീട് ഇവിടെയാണോ ഉള്ളതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ഈ വീട് ഇവിടെയാണോ ഉള്ളത് എന്ന് ഇവരും ചെക്ക് ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് ഓടി വരാണ്. ഇവിടെ സ്വപ്നത്തിൽ ഏതെല്ലാം സ്ഥലങ്ങൾ വന്നോ അതൊക്കെ അവിടെ അതുപോലെ തന്നെയുണ്ട്. എന്റെ സ്വപ്നത്തിൽ ഈ വീടാണ് വന്നത് എന്നൊക്കെ ഹീറോയോട് പറയുന്നുണ്ട്. ഇപ്പോൾ ബാക്കി ഓരോ സ്ഥലമായി നോക്കുകയാണ്. അവിടെയുള്ള ഓണറും എന്താ ഏതെന്ന് നോക്കാനായി വരികയാണ്. ആ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇവൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അതായത് സ്വപ്നത്തിൽ വരുന്നത് ഇവർക്ക് ഓർമ്മ വരുന്നു. സ്വപ്നത്തിൽ ഒരു കട്ടിലിന്റെ അടുത്ത് വെച്ചിട്ടാണല്ലോ കൊലപാതകം നടന്നത്. ആ കട്ടിൽ കാണാനായി വരികയാണ്. ഇവിടെയാണത് നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ തല കറങ്ങി താഴെ വീഴുന്നു.
ഇപ്പോൾ ഓണറും എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് ഈ സ്ഥലത്തേക്ക് വരാണ്. ആ ഓണർ ഒരു സിംഗ് ആയിരിക്കും. എന്ത് പറ്റി, നിങ്ങളുടെ വൈഫാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. സർ, വൈഫൊന്നും അല്ല, എൻ്റെ ലവറാണ്, എന്ത് പ്രശ്നമാണെന്ന് അറിയില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് ഇവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ അദ്ദേഹത്തിന്റെ ഡോക്ടർ ഫ്രണ്ടായ ഒരാളെ വിളിക്കുകയാണ്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, നാളെ തന്നെ നീ പുറപ്പെട്ടു വാ എന്ന് പറയുന്നു. ഈ ഡോക്ടർ ഫ്രണ്ടും ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ വന്ന് ഇദ്ദേഹം എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുവരെ നടന്ന കാര്യങ്ങളെ പറ്റി ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഫ്രണ്ട് എന്താണ് ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്കും നേരിട്ട് ആ വീട് കാണണം, ചില കാര്യങ്ങൾ നിരീക്ഷിക്കണം എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ ആ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് വരാണ്. അവിടെയുള്ള സിംഗിനോട് ഇവർ സംസാരിക്കാൻ തുടങ്ങുന്നു. സിംഗിനോട് ഈ വീട് നിങ്ങൾ എപ്പോഴാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്നു. 1999 വാങ്ങി എന്ന് പറയുന്നു. എൻ്റെ ഫ്രണ്ടിന് ഈ വീടൊന്ന് ചുറ്റിക്കാണണം എന്ന ആഗ്രഹമുണ്ട്, നിങ്ങൾ അനുവാദം തരണം എന്ന് ആദ്യത്തെ ചോദിക്കുകയാണ്. ഇതിലെന്താ ഉള്ളത്, ധാരാളമായി കണ്ടോളൂ എന്ന് ആ സിംഗും മറുപടി പറയുന്നു. അങ്ങനെ ഡോക്ടർ ഫ്രണ്ട് ഓരോ സ്ഥലമായി ചുറ്റിക്കാണുന്നു. മാനസി സംസാരിക്കുമ്പോൾ മാനസിയുടെ സ്വപ്നത്തിൽ ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ഇദ്ദേഹം ചെക്ക് ചെയ്യുന്നു. കുറച്ചുപോലും മാറാതെ എല്ലാം അവിടെ അതുപോലെ തന്നെയുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഹീറോയോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു. എപ്പോഴും നമ്മൾ കണ്ട കാര്യങ്ങളായിരിക്കും സ്വപ്നമായിട്ട് വരിക, എന്നാൽ ഇവളിത് കണ്ടിരിക്കാൻ സാധ്യതയില്ല, പിന്നെ എങ്ങനെ സ്വപ്നമായി വരുന്നു? അപ്പോൾ പൂർവ്വജന്മ സ്മരണകളാണ് സ്വപ്നമായി വന്നിരിക്കുന്നത് എന്ന് ഇദ്ദേഹം പറയാണ്. എന്തേ പറയുന്നത് എന്ന് ഹീറോ വളരെ അത്ഭുതത്തോടെ ചോദിക്കുന്നു. അതെ, ഇവളുടെ കഴിഞ്ഞ ജന്മത്തെ ഓർമ്മകളാണ് ഇവൾക്ക് വന്നിരിക്കുന്നത്. ഇനിയും വിശദമായി അറിയണമെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്യണം, നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാം എന്നൊക്കെ ഇദ്ദേഹം പറയാണ്. ഹീറോയും എന്ത് ചെയ്യണമെന്ന് കുറച്ച് സമയം ആലോചിക്കുന്നുണ്ട്. ഈ സ്വപ്നം വരാതെ തടയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഹീറോ ചോദിക്കുകയാണ്. അതിന് ഈ ഡോക്ടർ ആ സ്വപ്നത്തിന് പിന്നിലുള്ള കാരണം കണ്ടുപിടിക്കണം. ആ സ്വപ്നത്തിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടല്ലോ, ആ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചാൽ സ്വപ്നം വരാതിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്ത് നോക്കാം എന്ന് ഹീറോയും ഹീറോയിനും സമ്മതിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഹിപ്നോട്ടൈസ് പ്രോസസ് ഒക്കെ നടക്കുന്നത്. കണ്ണടയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്ക് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ഇദ്ദേഹം പറയും തോറും അതുപോലെ ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ ആ സ്ത്രീയുടെ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നു. അവരുടെ പേര് നന്ദിനി എന്നാണ്. അവർ അസൽ നമ്മുടെ മാനസിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവരുടെ വീട്ടിൽ അവർക്കായി കല്യാണമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. രഘു എന്ന് പറയുന്ന ഒരാളെയാണ് വരനായി നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹമാണെങ്കിൽ ഹീറോയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരും തന്നെയാണ് കഴിഞ്ഞ ജന്മത്തിൽ കല്യാണം കഴിച്ചിരിക്കുന്നത്. രഘുവിനെ സംബന്ധിച്ച് ഒരു ലേഡിയുടെ കീഴിൽ അക്കൗണ്ടന്റായി ജോലി നോക്കുകയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതുകൊണ്ട് വൈഫിനെ കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. പുതുതായി കല്യാണം കഴിഞ്ഞതല്ലേ, രണ്ടുപേരും അടിച്ചു പൊളിച്ച് റൊമാൻസ് ഒക്കെ ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഇദ്ദേഹം കല്യാണ വേഷത്തിൽ വരുന്നത് കാണുന്ന ആ ഓണർ ലേഡി ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. അവരുടെ പേര് മായ എന്നാണ്. മായയും എന്താ ഇദ്ദേഹം കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുകയാണ്. രഘുവും നന്ദിനിയും ഉള്ളിലേക്ക് വരാമെന്ന് കരുതുമ്പോൾ ഉള്ളിൽ വരരുത് എന്ന് മായ പറയാണ്. ഇദ്ദേഹം ഒന്നും മനസ്സിലാകാതെ നോക്കുന്നുണ്ട്. നിനക്ക് കല്യാണം കഴിഞ്ഞു, ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. സോറി മാഡം, പെട്ടെന്ന് തീരുമാനിച്ചതാണ് എന്നൊക്കെ ഇദ്ദേഹം പറയാണ്. എനിക്ക് ഈ കാര്യം അംഗീകരിക്കാൻ കഴിയില്ല, ഇതിനുശേഷം നിനക്ക് ഈ സ്ഥലത്ത് ജോലിയില്ല, ഇറങ്ങിപ്പോ എന്നൊക്കെ ദേഷ്യമായി പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവാണ്. ഇദ്ദേഹം എന്ത് ചെയ്യും? ശരി, ഇവിടെ നിന്നും പോവാം എന്നൊക്കെ വൈഫിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയവർ തിരിച്ചു വരാണ്. വന്നവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ദേഷ്യമൊക്കെ മാറ്റിവെച്ചു, ഞാൻ ചെയ്യേണ്ടത് ചെയ്യണമല്ലോ, അതിനായിട്ടാണ് ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാണ്. അതായത് പുതുതായി കല്യാണം കഴിഞ്ഞ് വരുന്നവരെ വരവേൽക്കാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതെല്ലാത്തിനെയും ഈ സ്ഥലത്ത് മായ ചെയ്യാൻ തുടങ്ങാണ്. ഞങ്ങൾ പോലും വളരെ ഭയന്നു പോയി എന്നവർ രണ്ടുപേരും പറയാണ്. ശരി, രണ്ടുപേരും ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യുന്നു. മായയുടെ ഭർത്താവ് എപ്പോഴോ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. മായയെ സംബന്ധിച്ച് സന്തോഷ് എന്നൊരു ചെറിയ കുട്ടിയുണ്ട്. ആ ചെറിയ കുട്ടി രാഘവനോട് വളരെ ക്ലോസ് ആയി കളിക്കുന്നുണ്ട്. ഇവർക്കായി ഒരു റൂം കൊടുത്തിട്ടുണ്ടല്ലോ, ആ റൂമിലേക്ക് വന്ന ശേഷം ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. മായ മാഡം അങ്ങനെ റിയാക്ട് ചെയ്ത ഉടനെ ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. മായ മാഡത്തിന്റെ ഭർത്താവിന് എന്ത് പറ്റി എന്ന് നന്ദിനി ചോദിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല, നീയും അവരോട് ചോദിക്കരുത് എന്ന് ഇദ്ദേഹവും പറയാണ്. ശരി, ഓക്കെ എന്ന് അവർ സമ്മതിക്കുന്നു. ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത്, രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇതിനെയും ഒരു പാട്ട് പോലെ നമ്മളെ കാണിക്കുന്നു. ഇതെല്ലാം ആക്ച്വലി മാനസിയുടെ മനസ്സിനുള്ളിൽ ഓർത്ത കാര്യമാണ്. ഇതെല്ലാത്തിനെയും വാക്കുകളാൽ ഇവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണർന്ന ഇവർ നീയും ഞാനും കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ജോഡികളായിരുന്നു എന്ന് പറയുന്നു. നീ പറഞ്ഞതൊക്കെ ഞാനും കേട്ടു എന്ന് പറഞ്ഞ് ഇവരും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു. ഒരു തവണ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ തന്നെ ഹീറോയിൻ കുറച്ച് ബെറ്റർ ആയതുപോലെ തോന്നി. അതുകൊണ്ട് ഇതിനുശേഷം ഹിപ്നോട്ടൈസ് ഒന്നും ചെയ്യണ്ട, ആ കുറ്റവാളി ആരായാലും നമുക്കെന്താ, അതൊക്കെ വിട്ടേക്കാം എന്ന് ഫ്രണ്ടിനോട് പറയുന്നു. ഫ്രണ്ടും ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അന്ന് രാത്രി ഒരു ഹോട്ടലിലാണ് ഇവർ താമസിക്കുന്നത്. രാത്രി സമയം നമ്മുടെ ഹീറോയിൻ സ്വപ്നം കണ്ട് ഭയങ്കരമായി നിലവിളിക്കുന്നുണ്ട്. സോ ഹീറോയിന് ആ സ്വപ്നം പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ കുറ്റവാളിയെ കണ്ടുപിടിക്കണം എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ തിരിച്ച് ട്രൈ ചെയ്തേ പറ്റുമെന്ന് ഹീറോ പറയാണ്. ഫ്രണ്ട് പറയുന്നുണ്ട് ആ വീട്ടിൽ വെച്ച് ട്രൈ ചെയ്യാം എന്ന്. അതായത് ആ വീട്ടിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞ് ഇവരെല്ലാവരും പുറപ്പെട്ടു വരാണ്. ആ സിംഗിനോട് അനുവാദമൊക്കെ വാങ്ങുന്നുണ്ട്. ആ സിംഗിന് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല.
എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അതൊന്നുമില്ല, ചെറിയൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഹീറോ പറയുന്നു. ഇപ്പോൾ ബെഡിൽ കിടത്താണ്. ഇപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് ഡോക്ടറും സംസാരിക്കാൻ തുടങ്ങുകയാണ്. മാനസിയും മനസ്സിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റി പറയാൻ തുടങ്ങുന്നു. ഇവരുടെ പേര് മാനസി, എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ ഇവരുടെ പേര് നന്ദിനി എന്നാണ്. ഇപ്പോൾ നന്ദിനി ഷോപ്പിങ്ങിനായി പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ വിക്രം എന്നൊരുത്തൻ സംസാരിക്കാനായി വരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഭർത്താവിന്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്നു. ഫ്രണ്ടോ? ഭർത്താവ് നിങ്ങളെ പറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ എന്നിവർ ചോദിക്കാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കാനായി അടുത്തേക്ക് വരികയാണ്. എന്നാൽ ഇവർ ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ്. നിങ്ങളുടെ ഫ്രണ്ട് വിക്രം എന്നൊരുത്തൻ സംസാരിച്ചു എന്ന് ഭർത്താവിനോട് പറയാണ്. എനിക്ക് വിക്രം എന്നൊരു ഫ്രണ്ട് ഇല്ല എന്നവൻ പറയാണ്. മായയ്ക്ക് അടുത്തുള്ള പ്രദേശത്ത് ഒരു ജോലിയുണ്ട്. രഘുവിനെയും കൂട്ടിക്കൊണ്ട് പോകാനാണ് പ്ലാൻ. ഇപ്പോൾ രഘു, ഞാൻ പോയിട്ട് വേഗത്തിൽ വരാം എന്ന് പറയുന്നു. ഇവരും നിങ്ങളെ ഞാൻ വളരെ മിസ് ചെയ്യും എന്ന് പറയുന്നു. എത്ര വേഗത്തിൽ വരാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹവും വൈഫിനെ സമാധാനിപ്പിച്ച് ഈ സ്ഥലത്തൊന്നും പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഇവർ മാത്രം വീട്ടിലിരിക്കുമ്പോൾ ആ വിക്രം തിരിച്ച് സംസാരിക്കാനായി വരികയാണ്. വിക്രം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, മായ അത്ര നല്ല ആളല്ല, വളരെ മോശമാണ്, എന്നെ ഇത്രയും നാൾ യൂസ് ചെയ്തു, നിങ്ങളുടെ ഭർത്താവ് വന്ന ഉടനെ എന്നെ ഒഴിവാക്കി എന്നും പറയുന്നു. അതെന്തെന്നാൽ ഇതിനു മുമ്പ് അക്കൗണ്ടന്റായി ഇയാളെയാണ് വെച്ചിരുന്നത്. അക്കൗണ്ടന്റായി മാത്രമല്ല, ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരാളായും വെച്ചിരുന്നു. ഇപ്പോൾ പുതുതായി നിങ്ങളുടെ ഭർത്താവിനെ കണ്ടപ്പോൾ എന്നെ ഒഴിവാക്കി. നിങ്ങളുടെ ഭർത്താവും നിങ്ങളെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. ഇന്ന് ഇവർ രാത്രി വരില്ല, രാത്രി ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നു എന്ന് പറയും. അവിടെ വെച്ച് ഒന്നാകും, കാരണം മായ എന്നോടും അതാണ് ചെയ്തത് എന്നൊക്കെ ഇയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന ഇവർ, എന്റെ ഭർത്താവിനെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം വിഷമിക്കരുത്, അതിനു മുമ്പ് സൂക്ഷിച്ച് നടന്നോ എന്ന് പറഞ്ഞ് ഈ വിക്രമം സംസാരിച്ചു പോവാണ്. ഇപ്പോൾ ഇവരുടെ മനസ്സിനുള്ളിൽ അത് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവ് ഇതുവരെ വരാതിരിക്കുകയാണല്ലോ. അപ്പോഴാണ് ഫോൺ കോൾ വരുന്നത്. ഭർത്താവ് പറയുന്നുണ്ട്, ജോലി കഴിഞ്ഞില്ല, അതുകൊണ്ട് ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ രണ്ടുപേരും സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാണ്. എന്താ വിക്രം പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ എന്ന് നന്ദിനിയും ഈ സ്ഥലത്ത് ആലോചിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഭർത്താവ് മാഡത്തിനോട് സംസാരിക്കണോ, നിക്ക് ഫോൺ തരാമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇവർക്ക് മാഡത്തിനോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നു. ഭർത്താവും ആ മാഡവും ഒന്നായിരിക്കുമോ എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ രണ്ടുപേരും ഒരുമിച്ച് വരുവാണ്. ഇപ്പൊ ഭർത്താവിനോട് ഇവർ തനിയെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വന്ന ഭർത്താവിനോട് സന്തോഷോടെ കളിക്കാൻ തുടങ്ങുകയാണ്. ഇദ്ദേഹവും ആ സന്തോഷിന്റെ കൂടെ വളരെ സന്തോഷമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ സംസാരിക്കാതെ ആ കുട്ടിയുടെ കൂടെ കളിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ഇവർ ദേഷ്യപ്പെടുകയാണ്. ഇപ്പോൾ ഇവരെ കണ്ട് സംസാരിക്കാനായി മായ വരികയാണ്. നിനക്കായി ഒരു ബാഗ് വാങ്ങി, ഇതാ വെച്ചോ എന്ന് പറഞ്ഞ് ബാഗൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ നന്ദിനി ഇപ്പോൾ മായയോടുള്ള ദേഷ്യത്തിലാണല്ലോ, അതുകൊണ്ട് നടന്നുകൊണ്ട് തന്നെ ആ ബാഗ് വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ്. എപ്പോഴും എല്ലാവരും ചേർന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നന്ദിനി ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. രഘു എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു ശേഷം ഈ വീട്ടിലിരിക്കേണ്ട, വേറെ വീട് നോക്കാം എന്ന് പറയാണ്. എന്താ എന്തു പറ്റിയെന്ന് മായ ചോദിക്കുന്നുണ്ട്. അതിന് നന്ദിനി യാതൊരു മറുപടിയും പറയാതെ റൂമിലേക്ക് വരികയാണ്. എന്തു പറ്റിയെന്ന് ഭർത്താവ് ചോദിക്കുന്നുണ്ട്. എന്തു പറ്റി, എന്താ കാരണം എന്ന് ചോദിക്കരുത്, ഈ വീട് ഒഴിയണം എന്നൊക്കെ ഇവർ പറയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിനെ പെട്ടെന്ന് കാണാതാവുന്നു. അതിനുള്ളിൽ എവിടെ പോയി എന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഇവർ നോക്കാനായി താഴേക്ക് വരാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും വളരെ അടുത്ത് നിന്ന് കിസ് ചെയ്യുന്നത് പോലെ നിൽക്കുകയാണ്. എന്താ നമ്മളിരിക്കുമ്പോൾ തന്നെ കിസ് ചെയ്യുന്നോ എന്ന് പറഞ്ഞ് നന്ദിനി ഷോക്കാവുന്നുണ്ട്. എന്നാൽ അവർ, ഞങ്ങൾ കിസ്സൊന്നും ചെയ്തില്ല എന്ന് പറയുന്നു. എന്നാൽ വൈഫിനെ ഇവർ കിസ് ചെയ്തു എന്ന് സംശയം വരുന്നു. എന്റെ ഭർത്താവിനെ വളയ്ക്കാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിക്കുന്നു. ഇത് കേട്ട് മായയും ടെൻഷൻ ആവുന്നുണ്ട്. എനിക്ക് ആ ആവശ്യമൊന്നുമില്ല, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വേണമെങ്കിൽ പൊക്കോ എന്ന് പറയാണ്. എന്തിനാണ് ആ മാഡത്തിന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ സംസാരിച്ചത് എന്ന് പറഞ്ഞ് ഭർത്താവ് നന്ദിനിയോട് ശബ്ദം ഉണ്ടാക്കുന്നു. മാറി മാറി രണ്ടുപേർക്കുള്ളിലും വാക്ക് തർക്കം വരികയാണ്. നാളെ രാവിലെ ഈ സ്ഥലം വിട്ടു പോകണം, നിങ്ങൾ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഞാൻ പോവും എന്നൊക്കെ ദേഷ്യമായിട്ട് ഭർത്താവിനോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ നന്ദിനി കിടക്കുമ്പോൾ ആരോ തലയണയും കത്തിയുമായി വരികയാണ്. തലയണ വെച്ച് ഇവരുടെ മുഖം മൂടി പെട്ടെന്ന് കത്തി വെച്ച് വയറ്റിൽ കുത്തുന്നു. ഇപ്പോൾ ഇവരും തലയണ മാറ്റിയിട്ട് നോക്കുകയാണ്. കുത്തിയത് ആരാണെന്ന് അറിയാമോ? ആ രഘു തന്നെയാണ് കുത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളാണോ കുത്തിയത് എന്ന് ചോദിച്ച് അവർ ഭയങ്കരമായി ഷോക്കാവുന്നുണ്ട്. ഇതെല്ലാം മാനസികല്ലേ സ്വപ്നമായിട്ട് വന്നത്? പെട്ടെന്ന് എഴുന്നേൽക്കാണ്. ഇപ്പോൾ എതിരെയുള്ള ആദിത്യയെ കണ്ട് പേടിക്കുകയാണ്. നീയാണ് എന്നെ കൊന്നത് എന്ന് പറഞ്ഞ് തള്ളി മാറ്റാണ്. ഇത് കാണുന്ന ഇദ്ദേഹവും ഈ കാര്യത്തിൽ വിഷമിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം അടുത്തേക്ക് പോയാൽ തന്നെ അവർ മാറി മാറി പോവാണ്. രഘു ഈ കാര്യം ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഹീറോ ഫ്രണ്ടിനോട് പറയാണ്. ആവശ്യമില്ലാതെ ഈ കാര്യം ചെയ്തോ എന്ന് ഹീറോ ഫീൽ ചെയ്യാണ്. കാര്യം ഇത്രയും നാൾ അവൾ സ്വപ്നത്തിൽ കണ്ടാണ് പേടിച്ചിരുന്നത്. ഇപ്പോൾ എന്നെ കണ്ടു പേടിക്കുകയാണ്. ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്. ഇപ്പോൾ നന്ദിനിയോട് സംസാരിക്കാനായി വരികയാണ്. നന്ദിനി പേടിച്ച പോലെ നോക്കുന്നുണ്ട്. രഘു വേണമെങ്കിൽ നന്ദിനിയെ കൊന്നിട്ടുണ്ടാവാം, എങ്കിലും ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല, ഒന്ന് മനസ്സിലാക്ക് എന്ന് പറയാണ്. എന്നാൽ ഇവർ സമ്മതിക്കുന്നില്ല. ഇതിനിടയിൽ ഹീറോ ആ കേസിനെ പറ്റി കുറെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇവരുടെ സ്വപ്നത്തിൽ വന്നതുപോലെ നടന്നിട്ടുണ്ടായിരുന്നു. രഘുവാണ് കുറ്റവാളി എന്ന് പറഞ്ഞ് ജയിലിലും പോയിട്ടുണ്ട്. അങ്ങനെ ജയിലിൽ പോയ ആൾ ആത്മഹത്യ ചെയ്ത് മരിച്ചും പോയിട്ടുണ്ട്. വൈഫിനെ കൊല ചെയ്തിരുന്നെങ്കിൽ അവൻ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവും. പുറത്തു വന്ന് മായയുടെ കൂടെ ഒന്നിച്ച് ജീവിച്ചു കാണുമല്ലോ. സോ രഘു ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഒരു തെറ്റും ചെയ്തിരിക്കാൻ സാധ്യതയില്ല. വൈഫില്ലാത്ത ലോകത്ത് നമ്മൾ ഇരിക്കേണ്ട എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. നിനക്ക് പൂർവ്വജന്മം ഓർമ്മയുള്ളതുപോലെ എനിക്കും ഉണ്ടാവുമല്ലോ. എൻ്റെ ഫ്രണ്ട് എന്നെ വെച്ച് ഹിപ്നോട്ടൈസ് ചെയ്യട്ടെ എന്ന് പറയാണ്.
ആ ഫ്രണ്ടും ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. എപ്പോഴും ഹീറോയിനെ വെച്ചല്ലേ ചെയ്യുന്നത്, ഇപ്പോൾ ഹീറോയെ വെച്ച് ചെയ്യാൻ തുടങ്ങാണ്. ഹീറോയും നടന്ന കാര്യത്തെ ആലോചിക്കാൻ തുടങ്ങാണ്. ഹീറോ ആദ്യം ഈ സ്ഥലത്ത് ജോലിക്ക് ചേർന്ന കാര്യത്തിൽ നിന്നും നമ്മളെ കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജോലിക്കായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്ത് ഇവരും കാണാനായിട്ട് വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞ് ഇവർ ഫോണിൽ സംസാരിക്കുകയാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഘു ആ സന്തോഷിന്റെ കൂടെ ഉടനെ ഇണങ്ങുന്നു. വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. ഇത് കാണുന്ന ഇവർക്ക് ഉടനെ ഇഷ്ടപ്പെടുകയാണ്. ശരി, നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറയുന്നു. ധാരാളം കണക്കുകൾ ഉണ്ടാവും, അത് നോക്കാനാണ് ഇയാളെ വരുത്തിയിരിക്കുന്നത്. ഇയാൾ ആ സന്തോഷിന്റെ കൂടെ വളരെ സന്തോഷമായി കളിക്കുന്നുണ്ട്. അതേസമയം കണക്കുകളെല്ലാം എടുത്തു നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണക്കിൽ പ്രശ്നങ്ങളുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു. മാഡം, കണക്കിൽ ധാരാളം തെറ്റുകളുണ്ട്, 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കുറവുണ്ട് എന്ന് പറയുന്നു. ഇത് കാണുന്ന ഇവരും ഷോക്കാവുന്നുണ്ട്. ഇത്രയും നാൾ വിക്രം എന്നൊരുത്തിനെ വിശ്വസിച്ചിട്ടാണ് ഇവർ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത്. ആ വിക്രമാണ് ഈ തട്ടിപ്പ് പണി ചെയ്തിരിക്കുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പറ്റിച്ചിരിക്കുന്നുണ്ട്. ഇതിനുശേഷം നീ ജോലിയിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞ് നേരത്തെ ഉള്ളവനെ പറഞ്ഞുവിടുന്നു. ഇയാളെ സ്ഥിരമായി ജോലിക്ക് ചേർക്കാമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. ഇയാളും ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കാണ്. ഇവിടെ തന്നെ താമസിച്ചോ എന്ന് പറയാണ്. മാഡം, ഈ സ്ഥലം എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഞാൻ നിന്നോട് കാശ് ചോദിച്ചോ, താമസിച്ചോളൂ എന്ന് ഇവരും പറയാണ്. ഇദ്ദേഹവും ഈ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മായയോടും നല്ല രീതിയിൽ സംസാരിക്കുന്നു, കുട്ടിയോടും സ്നേഹത്തോടെ കളിക്കുന്നു. ഇതുകൊണ്ട് ഇവർക്ക് ചെറുതായി ഇയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇയാളെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും എമർജൻസി കോൾ വരാണ്. ഉടനെ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എങ്ങനെ ഇവരോട് പെർമിഷൻ വാങ്ങും? പ്രധാനപ്പെട്ട ഒരു കേസ് വേറെ വരാൻ പോകുന്നു, നമ്മുടെ ഹെൽപ്പ് ആവശ്യമാണല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. എന്നാൽ ഇവർക്ക് വീട്ടിൽ നിന്നും കോൾ വന്നതിനെ പറ്റി അറിഞ്ഞ ഉടനെ നീ പോയിട്ട് വാ എന്ന് പറയാണ്. മാഡം, പ്രധാനപ്പെട്ട കേസ് വരുന്നല്ലോ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വാ എന്ന് പറയാണ്. ഇന്ന് രാവിലെ എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ലവിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, നീ നാട്ടിൽ പോയിട്ട് വാ, വന്നതിന് ശേഷം ഞാൻ പറയാം എന്നും പറയാണ്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ ഇദ്ദേഹം അവിടെ നിന്നും നടക്കാൻ തുടങ്ങുന്നു. ഈ മാഡം എപ്പോഴും സ്മോക്ക് ചെയ്യും. ഇപ്പോൾ സ്മോക്ക് ചെയ്യാമെന്ന് കരുതാണ്. അത് ശ്രദ്ധിച്ച രഘു വേഗത്തിൽ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ആ സിഗരറ്റ് എടുക്കുകയാണ്. മാഡം, സ്മോക്കിംഗ് ചെയ്യരുത് മാഡം, ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ് താഴെ ഇടുന്നു. രഘുവിന്റെ അച്ഛന് വയ്യാതെ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് രഘുവിനെ വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മരിക്കുന്ന അവസ്ഥയിലാണ് അച്ഛൻ. ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ഇദ്ദേഹവും അച്ഛന്റെ ആഗ്രഹത്തിനായി കല്യാണം കഴിക്കാം എന്ന് കരുതാണ്. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ച് മായയോട് യാതൊരു ഫീലിംഗും ഇല്ലാതെയാണ് ഇരുന്നത്. ഇദ്ദേഹം ഓക്കെ പറയാണ്. ആ പെൺകുട്ടിയാണ് നന്ദിനി. ഇതുകൊണ്ടാണ് നന്ദിനിയെ കല്യാണം കഴിച്ച് ആ സ്ഥലത്തേക്ക് വന്നത്. എന്താ പെട്ടെന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നത് എന്നോർത്താണ് ഈ മായ ടെൻഷനായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ടെൻഷനായിട്ട് എന്താകാനാണ്, നമുക്ക് വെൽക്കം ചെയ്യാമെന്ന് കരുതി വെൽക്കം ചെയ്തിട്ടും ഉണ്ടായിരുന്നു. മായയെ സംബന്ധിച്ച് വിക്രം പറഞ്ഞതുപോലെ മോശം ആളൊന്നുമല്ല. അന്ന് ജോലി കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് രണ്ടുപേരും ഹോട്ടൽ റൂമിൽ തങ്ങിയത്. എന്നാൽ നന്ദിനിയെ സംബന്ധിച്ച് വിക്രം പറഞ്ഞത് ആലോചിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും തെറ്റായ ധാരണയിൽ കണ്ടത്. രാവിലെ വീട്ടിൽ വന്ന രഘു ആദ്യം വൈഫിനോട് സംസാരിക്കണമെന്ന് കരുതിയിട്ടുണ്ടാവും. എന്നാൽ ആ സന്തോഷം എന്ന കുട്ടി കളിക്കണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരത്തിൽ സംസാരിച്ചിട്ട് വരാം എന്ന് പറയാണ്. എന്നാൽ ആ കുട്ടി കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ കൂടെ ഇദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് രാത്രിയാണ് നന്ദിനി വേറെ വീട് നോക്കണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ വൈഫിനോട് സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം കുറച്ച് അപ്സെറ്റ് ആയിട്ടാണ് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയി ഇദ്ദേഹം സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ആ മായ നീ ഒരു ഡ്രിങ്ക് ചെയ്യ് എന്ന് പറഞ്ഞ് ഡ്രിങ്ക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് വേറെ ആംഗിളിൽ നിന്നും നോക്കുമ്പോൾ കിസ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ടും നന്ദിനി ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മായ അസഭ്യമായൊക്കെ വഴക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹവും വൈഫിനോട് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് അപ്സെറ്റ് ആയതുപോലെ ഇദ്ദേഹം ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വൈഫ് നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. വൈഫിന് എന്തോ പറ്റിപ്പോയി എന്ന് കരുതി ഇദ്ദേഹം നോക്കാനായി ആ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ ആരോ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. ആ കത്തി ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. കാണുന്ന വൈഫും ഇദ്ദേഹം തന്നെയാണ് കുത്തിയതെന്ന് കരുതി ഷോക്കായിട്ടുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ട് ആ മായ ആ സ്ഥലത്തേക്ക് വന്ന് നോക്കുകയാണ്. ഇദ്ദേഹം തന്നെയാണ് കൊല ചെയ്തതെന്ന് മായയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരത്തിൽ പോലീസുകാരൊക്കെ ഈ സ്ഥലത്തേക്ക് വരികയാണ്. ഇദ്ദേഹമാണ് ഇങ്ങനെ ചെയ്തതെന്ന് കരുതി മായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് രഘുവിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉണർന്ന രഘു ഞാൻ ഈ കാര്യം ചെയ്തിട്ടില്ല, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ഇവരെ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുന്നു. രഘു ഈ കൊല ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടു പേർ കൊല ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് മായ, കാരണം മായയെ അവർ അസഭ്യമായി വഴക്കൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് മായ ഇത് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ വിക്രം വീടിനുള്ളിൽ നുഴഞ്ഞു കയറി ഈ കാര്യം ചെയ്തിരിക്കാം എന്നിവർ ആലോചിക്കാൻ തുടങ്ങുന്നു. ആര് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം വിക്രമിനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇവർ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ആ മായയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുന്നു. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ ഈ സിംഗിനോട് ചോദിക്കുകയാണ്. ഇദ്ദേഹം ഒരു ബ്രോക്കറെ പറ്റി പറയുന്നു. ആ ബ്രോക്കറെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ അവർ രണ്ടുപേരെയും റീച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ബ്രോക്കറിനെ ഇവർക്ക് റീച്ച് ചെയ്യാനേ കഴിയുന്നില്ല. ഇപ്പൊ വേറെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇവർക്കൊന്ന് സ്ട്രൈക്ക് ആവുന്നത്. മായയുടെ അടുത്ത് രഘു ജോലി ചെയ്തില്ലേ, അതേസമയം ക്ലീനിങ് ജോലിയൊക്കെ നോക്കാനായി ഒരാളുണ്ടായിരുന്നു. ആ വ്യക്തി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ഇവരും അന്വേഷിക്കുകയാണ്. ആ വ്യക്തിയുടെ വീട് എവിടെയുണ്ടെന്ന് ഇവർ കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹത്തോട് സംസാരിക്കാനായി വീടിനടുത്തേക്ക് വരികയാണ്.
അദ്ദേഹം ഇവരെ രണ്ടുപേരെയും കണ്ട് കുറച്ച് ഷോക്ക് ആവുന്നുണ്ട്. കാരണം പുനർജന്മം എടുത്ത് ഇവർ വന്നതുപോലെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ഷോക്ക് ആവുന്നത്. ഇവരും അതെ, ഞങ്ങൾ അപ്പോൾ ഉണ്ടായിരുന്നവരെ പോലെ തന്നെയാണ് എന്നൊക്കെ ഈ മുതിർന്നയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹം നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങാണ്. യഥാർത്ഥത്തിൽ മായ രഘുവിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അന്വേഷണം നടത്താനായി പോലീസുകാർ വന്നില്ലേ? അവർ തന്നെ രഘുവാണ് ഇത് ചെയ്തിരിക്കാൻ സാധ്യത എന്ന് കരുതി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രഘു ജയിലിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്ത് മരിച്ചും പോയിട്ടുണ്ടായിരുന്നു. മായ മാഡം അപ്പം മുതൽ വല്ലാതെ തകർന്നുപോയി. ബിസിനസ്സിൽ കുറെ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. മകൻ വളർന്നതിന് ശേഷം ഇവരെ വിട്ടിട്ട് പോയി. ഇവർ ഹോസ്പിറ്റലിലാണ് ഇത്രയും കാലം ഇരുന്നിരുന്നത്. ഈയിടെ കൂടെ ഞാൻ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ മായ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ മായയെ കണ്ട് നമ്മൾ സംസാരിച്ചാൽ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നിവർ ആലോചിക്കാൻ തുടങ്ങുന്നു. വളരെ വയസ്സായെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമല്ലോ, അതുപോലൊരു ഹോസ്പിറ്റലാണ് ഉള്ളതെന്ന് അറിയാൻ കഴിയുന്നു. ഇവരെല്ലാവരും കാണാനായിട്ട് വരുന്നുണ്ട്. വളരെ വയസ്സായതുപോലെയാണ് ആ മായ ഇരിക്കുന്നത്. ഇപ്പോഴും സ്മോക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളെ അറിയാമോ, ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ചെറിയൊരു അനക്കം പോലും വരുന്നില്ല. നമ്മൾ സംസാരിക്കുന്നതൊന്നും ഇവർക്ക് കേൾക്കുന്നില്ല എന്നും തോന്നുന്നു. ഇവർ അഭിനയിക്കുന്നത് പോലെയാണ്. ഇതിനുശേഷം സമയം കളയണ്ട, പോവാമെന്ന് മാനസി പറയാണ്. അപ്പോഴാണ് ഇവർ സ്മോക്ക് ചെയ്യുന്നത്. സ്മോക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ് ഇദ്ദേഹവും തടയുന്നുണ്ട്. ഇങ്ങനെ തടയുമ്പോൾ രഘുവിന്റെ ഓർമ്മ ഇവർക്ക് വരാണ്. രഘു എങ്ങനെയുണ്ട് എന്നൊക്കെ ഇവർ ചോദിക്കുകയാണ്. സോ ഇപ്പോൾ ഏകദേശം ഇവർക്ക് അറിയാൻ കഴിയുന്നുണ്ടല്ലോ. ഇവരുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. മായ രഘുവിനെ സ്നേഹിച്ചിരുന്നു എന്ന് കണ്ടില്ലേ? ആ കാര്യം ഇവിടെ വെളിപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ രഘുവിനോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. എന്നാൽ അതിനുള്ളിൽ രഘു നാട്ടിൽ പോയിട്ട് കല്യാണം കഴിച്ചു വന്നു. അവസാനം വരെ എനിക്ക് പറയാൻ കഴിയാതെ പോയി എന്നൊക്കെ ഫീലിംഗ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ ഇവർ ആ സമയത്ത് തന്നെ രഘുവിനെ പ്രേമിച്ചിട്ടുണ്ട് എന്ന് ഈ സ്ഥലത്ത് ഹീറോയിൻ കുറച്ച് ദേഷ്യപ്പെടുകയാണ്. ഇവർ നന്ദിനിയുടെ വേർഷനിലായതുകൊണ്ടാണ് ലൈറ്റായി ദേഷ്യപ്പെടുന്നത്, പൊസസീവ് ആവുന്നത്. ഈ മായ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നന്ദിനിയെ കണ്ടപ്പോൾ ആദ്യം ദേഷ്യപ്പെട്ടു, എന്നാൽ കല്യാണം കഴിഞ്ഞു. ഇതിനുശേഷം ദേഷ്യപ്പെട്ടിട്ട് എന്താകാനാണ്? രണ്ടുപേരോടും സ്നേഹത്തോടെ പെരുമാറാമെന്ന് കരുതി സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത് എന്ന് പറയാണ്. ഇവർ സ്നേഹത്തോടെയാണ് നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ആശിച്ച് ഒരു ബാഗ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാഗ് ഇവർ വലിച്ചെറിഞ്ഞില്ലേ? അങ്ങനെ വലിച്ചെറിഞ്ഞത് ഈ മായയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര ഇറങ്ങി വന്ന് സ്നേഹത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവളെന്ത് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവർക്ക് ഭയങ്കരമായ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അന്ന് രാത്രി നിങ്ങളാണോ കൊല ചെയ്തത് എന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. ഇല്ല, ശബ്ദം കേട്ട് ഞാൻ ആ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ രഘു കത്തിയുമായി നിൽക്കുകയായിരുന്നു. എന്നാൽ രഘു കൊല ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം രഘു വൈഫിനെ അത്ര സ്നേഹിച്ചിരുന്നു. രഘു ചെയ്തില്ല, വേറെ ആരോ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അപ്പോഴേ ആലോചിച്ചു എന്ന് പറയാണ്. അങ്ങനെ ആലോചിച്ച് എനിക്ക് മറുപടി കിട്ടി എന്ന് പറയാൻ തുടങ്ങുന്നു. ഇവര് വീട്ടിൽ തനിയിരിക്കുകയാണെന്ന് അറിഞ്ഞ് വിക്രം ഒരു ദിവസം സംസാരിക്കാനായി ഇവരെ കാണാൻ വരുന്നു. രഘു എന്ന കാരണം കൊണ്ടല്ലേ എന്നെ ഓടിച്ചു വിട്ടത്? ഇപ്പൊ അവൻ ജയിലിൽ പോയില്ലേ, എന്നെ പഴയതുപോലെ തിരിച്ചെടുക്ക്. കണക്ക് ജോലി മാത്രമല്ല, എല്ലാ ജോലിയും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കുറച്ച് തെറ്റായൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവർ പോവെന്ന് പറയുന്നുണ്ട്. അത് വകവെക്കാതെ ഇവൻ അതിര് വിട്ട് പെരുമാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ മുതുകിൽ ആരോ കത്തി കൊണ്ട് വരയുന്നുണ്ട്. ആരാണെന്ന് നോക്കിയാൽ ഇവരുടെ മകൻ സന്തോഷാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ അമ്മയോട് തന്നെ കളിക്കുന്നു, ഇവിടെ നിന്നും പോടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. ഇത് കാണുന്ന വിക്രമിന് വലിയ പേടി വരുന്നുണ്ട്. വേഗത്തിൽ ഇവിടെ നിന്നും ഓടാൻ തുടങ്ങുകയാണ്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അമ്മ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത്രയും റൂഡായി പെരുമാറുന്നത് എന്ന് പറഞ്ഞ് മകനോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങളോട് ആരെങ്കിലും ഉടക്കിയാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല അമ്മേ. നിങ്ങളോട് ആര് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, അവരുടെ കഥ ഞാൻ കഴിക്കും. നന്ദിനിയുടെ കഥ എങ്ങനെ കഴിച്ചോ അതുപോലെ അവരുടെ കഥയും ഞാൻ കഴിക്കും എന്ന് പറയാണ്. അപ്പോൾ നന്ദിനിയെ മകനാണ് കൊല ചെയ്തിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ഇവർ ഭയങ്കരമായി ഷോക്ക് ആവുകയാണ്. അവൾ ഓവറായി ആറ്റിറ്റ്യൂഡ് കാണിച്ചതല്ലേ, അതുകൊണ്ടാണ് അവളുടെ കഥ കഴിച്ചത് എന്നൊക്കെ ഈ മകൻ പറയാണ്. രഘു ചെയ്തിട്ടുണ്ടാകില്ല എന്ന് നേരത്തെ ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മകനാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ മകനെ ഒറ്റിക്കൊടുക്കരുത് എന്ന് ആലോചിക്കുന്നു. ലീഗലായി എന്തെങ്കിലും ചെയ്ത് രഘുവിനെ പുറത്തിറക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. രഘുവിനെ എങ്ങനെ പുറത്തിറക്കണം എന്ന് പറഞ്ഞ കുറെ വക്കീലന്മാരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോൾ വരുന്നത്. രഘു ആത്മഹത്യ ചെയ്തു മരിച്ചുപോയി എന്ന വിവരം വരികയാണ്. കുറച്ചുനാൾ ജയിലിനുള്ളിൽ ഇരുന്ന അദ്ദേഹം വിഷമം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി. രഘു മരിച്ചു പോയതിനു ശേഷം എനിക്ക് ജീവിക്കാനുള്ള ആശ തന്നെ പോയി. ദിവസവും സ്മോക്ക് ചെയ്ത് വേഗത്തിൽ ചാകാമെന്ന് കരുതിയാണ് ഇപ്പോഴും സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. ശരി, നിങ്ങളുടെ മകൻ ഇപ്പോൾ എവിടെയാണ് എന്നിവർ ചോദിക്കുകയാണ്. മകനാണല്ലോ തെറ്റ് ചെയ്തിരിക്കുന്നത്, കുടിക്ക് കൊടുക്കാം എന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ലേഡി എല്ലാം മറന്നതുപോലെ അഭിനയിക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ അഭിനയിക്കുകയാണ്. അതെങ്ങനെ ഇത്രയും നേരം നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടായിരുന്നല്ലോ, ഇപ്പൊ മകനെ പറ്റി ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ മറന്നുപോയോ എന്ന് നന്ദിനി ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഈ മുത്തശ്ശി എനിക്കൊന്നും അറിയില്ല, ഇറങ്ങിപ്പോ എന്നൊക്കെ പറയാണ്. എന്നാൽ ഇവരെന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ആ മുത്തശ്ശിയെ കൈയോടെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ മുത്തശ്ശി ആരാണ് എന്ന് ആ സിംഗ് ചോദിക്കാണ്. ഇവരെ വെച്ചും ഞങ്ങൾ ഹിപ്നോട്ടൈസ് ചെയ്ത് നോക്കാൻ പോവാണ്, പ്ലീസ് സർ അവസാനമായി അനുവാദം തരൂ എന്നൊക്കെ ചോദിക്കാണ്. ഇതിലെന്താ ഉള്ളത്, നിങ്ങൾ ധൈര്യമായി ചെയ്യണമെന്ന് കരുതുന്നത് ചെയ്തോളൂ എന്ന് സിംഗ് പറയുന്നു. എന്നാൽ ഈ കാര്യം ചെയ്യുന്നതിൽ ഹീറോയിന് യോജിപ്പില്ല. ഇവളെ എന്തിനാണ് ഹിപ്നോട്ടൈസ് ചെയ്ത് പഴയ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്? നേരത്തെ രഘുവിന്റെ വൺ സൈഡായി ലവ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അത് കേൾക്കുന്ന എനിക്ക് പൊസസീവ് ആവും, എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു.
ഇത് കേൾക്കുന്ന ഹീറോയും ദേഷ്യപ്പെടുകയാണ്. രഘുവും മായയും ചേർന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, ഇടയിൽ നീ വന്നതാണ് പ്രശ്നത്തിന് കാരണം എന്ന് പറയുന്നു. ഓഹോ, ഞാൻ വന്നതാണോ പ്രശ്നം എന്നിവരും തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നടന്നതിനായി ഇപ്പോൾ ഇവർ രണ്ടുപേരും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ മാറി മാറി രണ്ടുപേരും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവർ മായയെ വഴക്ക് പറയുന്ന പോലെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന കേൾക്കുന്ന ഈ സിംഗ് ഒരു ഘട്ടത്തിൽ ടെൻഷൻ ആവുന്നുണ്ട്. എല്ലാം നീ കാരണമാണ്, എന്റെ അമ്മയും രഘു അങ്കിളും ചേർന്നേനെ, നീയാണ് ഇടയിൽ വന്ന് എല്ലാം നശിപ്പിച്ചത് എന്നൊക്കെ പറയാണ്. ആ ചെറിയ പയ്യൻ ഈ സിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ ആ നന്ദിനി ബാഗ് വലിച്ചെറിഞ്ഞില്ലേ, അത് മായ മാത്രമല്ല കണ്ടത്, ഈ ചെറിയ പയ്യനും കണ്ടിട്ടുണ്ടായിരുന്നു. ടെൻഷനും ആയിട്ടുണ്ടായിരുന്നു. വേറൊരുത്തിയുടെ ഭർത്താവിനെ വളയ്ക്കാൻ നോക്കുകയാണോ, നിനക്ക് നാണോ ഇല്ലേ എന്ന് പറഞ്ഞ് മായയെ വഴക്ക് പറഞ്ഞില്ലേ, അതെല്ലാത്തിനെയും ഈ ചെറിയ പയ്യൻ സന്തോഷ് ദൂരെ നിന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ നന്ദിനിയെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഇവനായിരിക്കും വന്നിട്ടുണ്ടായിരുന്നത്. തലേണ വെച്ച് കത്തി വെച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു. കുത്തിയവൻ ഉടനെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ സ്ഥലത്തേക്ക് രഘു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് രഘുവാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പ്രസന്റിൽ ഹീറോയും ഹീറോയിനും ചെയ്ത ഐഡിയ നമ്മളെ കാണിക്കുന്നു. മായ മകനെ ഒറ്റിക്കൊടുക്കരുത് എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇവർ രജിസ്റ്റർ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് അവസാനമായി വന്ന് കണ്ടത് എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി ഈ സിംഗ് ആണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ സിംഗിനെ അദ്ദേഹത്തിന്റെ വായ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കണം എന്നതിനാലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മനഃപൂർവ്വം മാറ്റി മാറ്റി വഴക്കിട്ടിരുന്നു. വഴക്കിടുമ്പോൾ മായയെ തെറ്റു പറയുന്ന പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അയാൾ എന്തായാലും ദേഷ്യപ്പെടും എന്നറിഞ്ഞു തന്നെയാണ് ചെയ്തത്. അദ്ദേഹം അതുപോലെ തന്നെ ദേഷ്യപ്പെടുകയും ചെയ്തു. ഇപ്പൊ ഇവർ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യാനായി വരാണ്. ഹീറോയും തടഞ്ഞ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ആരോ കത്തി വെച്ച് വയറ്റിൽ കുത്തുന്നു. കുത്തിയത് ആരാണെന്ന് നോക്കിയാൽ മായയാണ്. ഇപ്പോൾ ഇദ്ദേഹവും അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ ഈ കാര്യം ചെയ്യണമായിരുന്നു, തെറ്റ് ചെയ്തു പോയി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇവർ തന്നെ തന്റെ മകന്റെ കഥ കഴിക്കുന്നു. അതുപോലെ ഇവരും ഈ സ്ഥലത്ത് വെച്ച് മരിച്ചു പോവാണ്. സോ ഇതുവഴി ഹീറോയും ഹീറോയിനും ഒന്നിക്കുകയാണ്. ഹീറോയിന് വന്നുകൊണ്ടിരിക്കുന്ന സ്വപ്നം ഉണ്ടല്ലോ, അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നു. ഈ വീട്ടിൽ തന്നെ നമ്മൾ ജീവിച്ചാൽ എന്താ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ആ വീട്ടിൽ തന്നെ ജീവിതം ആരംഭിക്കുന്നു. ഈ ഫ്രണ്ടായി ഹെൽപ്പ് ചെയ്ത ആളില്ലേ, അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇവരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബുക്ക് എഴുതിയിരിക്കുന്നത്. ആ ബുക്കിന്റെ ഓപ്പണിംഗ് ഫംഗ്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും ഈ ബുക്കിനെ പറ്റിയൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കല്യാണം കഴിഞ്ഞ ഹീറോയെയും ഹീറോയിനെയും ഈ സ്ഥലത്തേക്ക് വരുത്തുന്നു. ഇവർ രണ്ടുപേരും ഇപ്പോൾ കല്യാണം കഴിച്ച് സന്തോഷമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതോടെ ഹാപ്പിയായി ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സിനിമയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.